കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമി ആൻഡ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 5 എപ്പിസോഡ് 60 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. സോ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. കാര്യം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സീരീസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കട്ടയ്ക്ക് കാണുന്നുള്ള പ്രതീക്ഷയോടു കൂടി ഞാൻ ഈ വീഡിയോ എന്തായാലും തുടങ്ങാൻ പോകുവാണ്. അങ്ങനെ കഴിഞ്ഞ ചാപ്റ്ററിന്റെ അവസാനം ആർത്തറാണ് ആ ഒരു റിട്ടൈനറിനെ കൊന്നെന്ന് പറഞ്ഞിരുന്നത്. സോ ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ടെസ്സിനെയാണ് കാണിക്കുന്നത്. എന്ത്, ആ ഒരു വിക്ടറിനെ കൊന്നത് ആർത്തറാണെന്നോ? സത്യം പറഞ്ഞാൽ ഇതേപോലൊരു മാസാല ട്രോഫി ഇങ്ങനെ കാണിക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇത്തവണ അതൊരു എക്സെപ്ഷനാണ്. ഇവിടെ നിൽക്കുന്ന ഈച്ച് ആൻഡ് എവരി നോബിൾസും തൻ്റെ സിവിലിയൻസിനടുക്കെ എപ്പോഴും പറയാറുണ്ട് ഈ യുദ്ധത്തിനെ പറ്റിയുള്ള നല്ല ന്യൂസുകൾ കൊണ്ടേ തരുമെന്ന്. പക്ഷേ ഇതുവരെ അങ്ങനെയൊന്നും നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചില്ല. എപ്പോഴും അസംഷൻസും തിയറീസും മാത്രമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അത് ശരിയാണ്, നമ്മുടെ ലീഡേഴ്സ് ഇതുവരെ നല്ലൊരു ലീഡ് നമുക്കിതുവരെ തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഞാനിത് കാണിക്കാൻ തീരുമാനിച്ചത്. ഞാൻ ഒരു ലാൻസാണ് ആൻഡ് ഈ പറയുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള മറ്റു ലാൻസ് പല സ്ഥലത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവരിൽ പലരും എന്നെക്കാട്ടും സ്ട്രോങ്ങറാണ്. ഈവൻ ഞാനാണ് ഏറ്റവും ന്യൂവസ്റ്റ് ഏറ്റവും വീക്കസ്റ്റ് ആയുള്ള ലാൻസ്. ആ ഒരു ലാൻസ് ആയുള്ള ഞാനാണ് ഈ റിട്ടേൺ തന്നെ ഡിഫീറ്റ് ചെയ്തത് തന്നെ. ഇത് അത്ര നിസ്സാര കാര്യമല്ല. കാര്യം നമ്മുടെ എനിമീസായുള്ള ആലക്രേലിനും മേജസിലെ ഏറ്റവും ഹയസ്റ്റ് പവേഴ്സിൽ നിൽക്കുന്ന ഒരു ടീമാണ് ഈ റിട്ടേണേഴ്സ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഫൈറ്റ് ചെയ്തിട്ട് പോലും എൻ്റെ ശരീരത്തിൽ ഒരു ഇഞ്ചുറീസോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഗിഫ്റ്റാണ്. നിങ്ങളുടെ പീപ്പിളിനോട് നിങ്ങൾക്ക് സംസാരിക്കുന്നതാണ് ഇവിടെ നടന്ന കാര്യങ്ങളെപ്പറ്റി. ആർത്തർ, നീ എങ്ങനെയാണ് ഇത്ര ഫ്രീലി മൂവ് ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം നിനക്കൊന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നല്ലോ. ആർക്കെങ്കിലും ഇത് അടുത്ത് നിന്ന് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അടുത്ത് വന്ന് നോക്കിക്കോളൂ. നിങ്ങളുടെ ഈവനിങ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു പറഞ്ഞുകൊണ്ട് ആർത്തറായിട്ട് ആ ഒരു പ്രസംഗം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ പലരും അത് അടുത്ത് വന്ന് കാണുന്നുണ്ട്. ഭയാനകമായിട്ടുണ്ട്. അല്ല, ഇത് റിട്ടൈനർ ആണെങ്കിൽ കൂടിയും ഇവളുടെ ശരീരം മുഴുവൻ കാണാൻ ഒരു മനുഷ്യനെ പോലെ തന്നെയാണല്ലോ. ഈ സമയത്താണ് ടെസ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആർത്തർ അവിടേക്ക് നടന്നു പോയിട്ടുണ്ട്. വിറിയൻ്റെ കൂടെയാണ് ആർത്തർ നടന്നു പോയത്. പിന്നെ കാണിക്കുന്നത് വിറിയൻ ആ ഒരു ഡോർ ക്ലോസ് ചെയ്യുന്നതാണ്. എടാ, നീ ഇത്ര പുഷ് ചെയ്യേണ്ട കാര്യമുണ്ടോ? പിന്നെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. ഇത്ര പുഷ് ചെയ്യേണ്ട കാര്യമില്ലെങ്കിൽ ഇതേപോലത്തെ പരിപാടിക്ക് എന്നെ വിളിക്കാൻ പാടില്ല. കോപ്പ്. അതെന്തെങ്കിലും ആവട്ടെ. ഗിഡിയൻ, നീ എന്തായാലും അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞോ? ഒക്കേഷനിൽ വെച്ച് മാക്സിമം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചത്, ഗിഡിയൻ താങ്കളൊരു ജീനിയസ് ആണ്, താങ്കളുടെ ഹെൽപ്പ് ഞങ്ങൾക്ക് വേണം, ഇങ്ങനെ എന്തെങ്കിലും പറയാന്നാണ്. പക്ഷെ ഒന്നും പറഞ്ഞില്ല. എന്തായാലും കണ്ടു നോക്ക്. ഇതാണ് വിറിയൻ വിക്ടറിനെ പറ്റി അനൗൺസ് ചെയ്തപ്പോഴുള്ള ലുക്ക്. ആൻഡ് ഇതാണ് ആർത്തർ ആദ്യമായിട്ട് അവിടെ വന്നപ്പോഴുള്ള ലുക്ക്. ആൻഡ് ഫൈനലി ഇതാണ് നിനക്കൊരു ഇഞ്ചുറീസും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തുണ്ടാകിയ എക്സ്പ്രഷൻ. അല്ല, ആ രണ്ടാമത്തെ ഫോട്ടോയിൽ റാഡിസ് ആരെയാണ് നോക്കുന്നത്? മറ്റാരെയുമല്ല, അത് ജനറൽ വേറിനെയാണ്. ഞാനായിരുന്നു അത് സജസ്റ്റ് ചെയ്തത്. അല്ലാത്തർ അപ്പം നീ കോപ്സ് ഫ്രോസ് ചെയ്തത്. അതെ, അവൻ ചിന്തിക്കണമായിരുന്നു നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ലാൻസ് ആണ് ആലക്രയിലെ വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ആലക്രൈൻ ഫോഴ്സിനെ ഡിഫീറ്റ് ചെയ്തതെന്ന്. അത് കഴിഞ്ഞാണ് ഞാൻ എന്നെപ്പറ്റി റിവീൽ ചെയ്തത്. നീ പറഞ്ഞെന്തായാലും ശരിയാണ്, അവനെ കണ്ടിട്ട് അത്ര ഹാപ്പി ആയിട്ട് തോന്നുന്നില്ല. സാധാരണ ഒരു ലാൻസ് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും ത്രില്ലാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതുകൊണ്ട് മാത്രം നമുക്കൊരിക്കലും റാഡസിനെ കുറ്റം പറയാനും പറ്റത്തില്ല, അവനെ പ്രൂവ് ചെയ്യാനും പറ്റത്തില്ല ആലക്രസിൻ്റെ കൂടെയാണ് അവൻ വർക്ക് ചെയ്യുന്നതെന്ന്. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ ഐഡിയാസ് വേണം. ആൻഡ് ആ ഐഡിയാസ് നമ്മൾ ഇനി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. സോ ജെസിയ, നീ എന്ത് പറയണമെന്ന് പറഞ്ഞിട്ട് ആർത്തർ പെട്ടെന്ന് നടന്നു പോയാണ് അവിടെയാണ് ഒരു ഡോറ് തുറന്നത്. അയ്യോ, അത് ഞാൻ കുറച്ച് സർപ്രൈസ് ആയിരുന്നല്ലേ. അല്ല, ഇവളെന്തുമാത്രം കിട്ടുന്നു ഒരു പിടുത്തവും ഇല്ലല്ലോ. പിന്നെ കാണിക്കുന്നത് ഒരു കേക്കിലായിട്ട് നമ്മുടെ സിൽവി ചാടി വീഴുന്നതാണ്. ആ സമയത്ത് ആർത്തറും അവിടെ കൂടെ നടക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പം ആഘോഷിക്കുവാണല്ലേ. പെട്ടെന്നായിരുന്നു ഒരുത്തൻ കള്ളു കുടിച്ചിട്ട് ആർത്തൻ്റെ മേത്ത് വന്ന് ഇടിച്ചത്. പൊണ്ടാരം നന്നായിട്ട് വേദനിക്കുന്നുണ്ടല്ലോ. ഈ ദിവസം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ടെസ്സായിട്ട് അവനെ കയറി പിടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ നോബിൾ മെനും എൻ്റെ അടുക്കേ വന്ന് ഡ്രിങ്കോ അതേപോലെ ഡാൻസും ചെയ്യുമെന്ന് ചോദിക്കും. ആൻഡ് ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള നോബിൾ ലേഡീസ് എന്തായാലും നിൻ്റെ അടുത്താരും വന്ന് സംസാരിക്കത്തില്ലല്ലോ. സോ നമുക്ക് രണ്ടുപേർക്കും മര്യാദക്ക് ഇവിടെ കൂടെ നടക്കുന്നതല്ലേ കുറച്ചുകൂടെ ബെറ്റർ. എന്നിട്ട് അവർ മുന്നിലേക്ക് നടക്കുവാണ്. ഈ സമയത്ത് ടെസ് പറയുകയും ചെയ്യും, ആ കാണുന്ന കണ്ടോ, അവൻ്റെ പേരാണ് ലിനിയൽ. അവനൊരു ഇൻഫ്ലുവൻഷ്യൽ അജൂമിനേറ്റർ തന്നെയാണ്. അവനെ കാണാൻ കുറച്ച് കുഴപ്പമായിരിക്കും, പക്ഷേ ആള് നല്ല ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ പാർട്ടിയുടെ ഇടയിലൂടെ പല പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ ആർത്തർ മനസ്സിൽ പറയുന്നത്, സത്യം പറയുകയാണെങ്കിൽ ടെസ്സിന് ഈ ലോകത്തിൻ്റെ പൊളിറ്റിക്സിനെ ഈ ലോകത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റി അവൾക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാം. അവൾക്ക് ഒരാളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അറിയായിരുന്നു.
പേഴ്സണാലിറ്റി അനുസരിച്ച് അവളത് തരം തിരിക്കാറുണ്ടായിരുന്നു. എൻ്റെ കഴിഞ്ഞ വെള്ളി ഞാൻ പൊളിറ്റിക്സിലൊക്കെ കുറച്ചധികം പ്രിപ്പയർ ചെയ്തിരുന്നു. എന്നാൽ അതിനുവേണ്ടി സ്ട്രോങ്ങും സൈലൻ്റുള്ള ഒരു ഫിഗർ ഹെഡ് തന്നെ വേണം. പക്ഷേ ഈ ലോകത്ത് അത് അത്ര ഇതല്ലായിരുന്നു. കാര്യം കഴിഞ്ഞ ലോകത്ത് ഞാൻ പവർഫുൾ ഒരു കിങ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. എന്നാൽ ഇവിടെ ഞാൻ ഒരു ജനറൽ മാത്രമാണ്. സോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. പക്ഷേ ടെസ് അവൾ എന്തായാലും എൻ്റെ കാര്യം ഈസിയറാക്കി തരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പല പല സ്ഥലത്തോട്ട് നടന്ന് മുന്നിലേക്ക് പോകുവാണ്. ആ സമയത്താണ് ദൂരത്ത് നമ്മുടെ എലീനെ കണ്ടത്. ഈ സമയത്ത് തന്നെ എലിയുടെ അടുത്തേക്ക് രണ്ടുപേർ നടന്നു വരുന്നുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു ആർത്തറും ബൂവും തമ്മിൽ ആ ഒരു ബ്രോ ടെലപ്പത്തി ഓൺ ചെയ്തത്. അല്ല, നീ എന്താണ് ചെയ്തത്? ഞാൻ എലിയുടെ ബോർഡിന് ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് ചെയ്തത്. എന്ത് കണ്ണുകൊണ്ടോ? എന്നിട്ട് അവന് മനസ്സിലായോ? പിന്നല്ലാതെ അവന് മനസ്സിലാണ്ടതല്ല, അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് നേരത്തെ വന്ന രണ്ടാവന്മാർ പേടിച്ച് അവിടുന്ന് ഓടുന്നതാണ് ബൂവിനെ കണ്ട്. അത് കൊള്ളാം. നീ എന്തായാലും ഇപ്പാ നമുക്കൊന്ന് പുറത്തേക്ക് പോകുന്ന പറഞ്ഞിട്ട് അവർ നേരെ അവിടെയുള്ള ഒരു ബാൽക്കണിലേക്ക് പോവുകയും ചെയ്യും. ഇവിടെ ശരിക്കും ക്വയറ്റാണല്ലേ? അത് ശരിയാണ്. പക്ഷേ നീന്ന് വിചാരിച്ചു നോക്കിയേ, ഇത്രയും ക്വയറ്റായിട്ട് കൂടിയും അവിടെ ഒരു യുദ്ധം ഇപ്പോഴും നടക്കൊണ്ടെന്ന്. ചില സമയത്ത് അതങ്ങനെയാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും, നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു മേഘങ്ങളുണ്ടല്ലോ, ഇത് കടലാണെങ്കിലോ, നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഫ്ലോട്ടിംഗ് അസംബ്ലി അതൊരു ബോട്ടാണെങ്കിലോ, ചൈൽഡിഷ് അല്ലേ? പിന്നെ അല്ലാതെ നീ മിക്കപ്പോഴും ചൈൽഡിഷ് തന്നെയല്ലേ? പക്ഷേ ഒരു കാര്യം മറക്കണ്ട, നീ ഇപ്പോൾ റെസ്പോൺസിബിൾ ഉള്ള ഒരു യൂണിറ്റിൻ്റെ ഹെഡാണ്. അത് നീ മറക്കേ ചെയ്യില്ല. ആ ഒരു കാര്യം നീ വേണം ഇനി താങ്ങാനായിട്ട്. അതുകൊണ്ട് തന്നെ നിനക്ക് ഒത്തിരിയധികം എക്സ്പീരിയൻസ് കിട്ടുകയും ചെയ്യും. ആർത്തർ, നിനക്കെപ്പോഴും ഇതേപോലുള്ള പല കാര്യങ്ങളെപ്പറ്റി നല്ല ഐഡിയ ഉണ്ട്. നീ ശരിക്കും ഈ ഒരു കാര്യത്തിൽ ടെക്നിക്കലി ഒരു ബ്രില്യൻ തന്നെയാണ്. ഒരു ജനറൽ, ഒരു ലാൻസ്. പക്ഷെ സോൾജേഴ്സിനെ പറ്റി അവൻ സംസാരിക്കുന്നത് അല്ല. നിനക്കറിയാമെന്നല്ലേ, ഒരു ലാൻസിൻ്റെ ഡ്യൂട്ടി ഒരു സിംഗിൾ ഹാൻഡിൽ ബാക്കിയുള്ളവരെ നയിക്കുക എന്നുള്ളതല്ല, പകരം ഞങ്ങളുടെ ഒപ്പോണൻറ്റിൻ്റെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഉള്ള എനിമീസിനെ ഡിഫീറ്റ് ചെയ്യുക എന്നാണ്. സോ അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയേണ്ടത്. എനിക്കറിയാം, നീ അപ്പൂപ്പനായിട്ട് ഡിസ്കസ് ചെയ്ത ആ ഒരു കാര്യമല്ലേ? പിന്നല്ലാതെ മറ്റെന്തെങ്കിലും ഇവിടെ പറയാനുണ്ടോ? ആർത്തർ, നീ ഒരു സെൻറ്റിമെൻ്റൽ ടൈപ്പ് അല്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ അതേപോലെ തന്നെ നീ ഒരു ഡേഞ്ചറസ് അല്ല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. നിനക്ക് എന്നെ സത്യം പറഞ്ഞാൽ ഒരു ബുക്ക് പോലെ വായിച്ചെടുക്കാൻ സാധിക്കുമല്ലേ? നീ ബുക്കല്ല, നീ ഒരു ചാപ്റ്റർ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ചില ഭാഗങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. പക്ഷേ ചില ഭാഗങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഒന്നും മനസ്സിലായിട്ട് പോലുമില്ല. മനസ്സിലായിട്ടില്ലെന്നോ? അതെന്താണ്? നിന്റെ സീക്രട്ടോ? പിന്നല്ലാതെ നീ എക്സ്പേർട്ടാണ് പല കാര്യങ്ങളിലും. മാജിക്കലി, ഫൈറ്റിംഗിലി, ആർട്ടിഫൈസിംഗിലി, സ്പീച്ചിലി, ഈവൻ മിലിറ്ററി സ്ട്രാറ്റജീസിൽ പോലും നീ എക്സ്പേർട്ടാണ്. അതിലെന്തെങ്കിലും റീസൺ കാണാതിരിക്കത്തില്ലല്ലോ. എൻ്റെ പാസ്റ്റ് ലൈഫ് അങ്ങനെയൊന്നുമില്ല. ഞാൻ കുഞ്ഞിലെ കുറച്ച് ബുക്സ് വായിക്കുമായിരുന്നു. അത് ഞാൻ വിശ്വസിക്കണമായിരിക്കും. അല്ല, വിശ്വസിക്കൊന്നും വേണ്ട, എങ്കിലും നിനക്കറിയാമല്ലോ. സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും ഫ്രസ്ട്രേറ്റിംഗ് ആണ്. എന്ത് പറ്റി? ഞാൻ എന്തെങ്കിലും ചെയ്തോ? അതൊന്നുമല്ല. നിന്നെ വെച്ച് നോക്കാനടുത്ത് എൻ്റെ മാനക്കോർ എന്ന് പറയുന്നത് ഒരു പടി മാത്രമേ താഴത്തുള്ളൂ. ആൻഡ് ഞാനും ഒരു ബീസ് ടൈമറാണ് നിന്നെ പോലെ. അത് മാത്രമല്ല, എനിക്കും നിന്നെ പോലെ തന്നെ നല്ല ടീച്ചേഴ്സിനെ കേട്ടിട്ടുണ്ട്. ഈവൻ ഒരു ആശ്വാസം നിന്നെ പോലെ എന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്രയൊക്കെ ട്രെയിൻ ചെയ്തെന്ന് പറഞ്ഞാലും, ഞാൻ എത്രയൊക്കെ നിൻ്റെ അടുത്തേക്ക് എത്തിയെന്ന് പറഞ്ഞാലും, നീ വീണ്ടും വീണ്ടും അകലേക്ക് അകന്നു പോകുവാണ്. നീ വീണ്ടും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുവാണ്. ഈ സ്കാർസ് ഒന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നീ ജീവനോടെ ബ്രീത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും തിരിച്ചു വരണം. അല്ല ടെസ്, നീ എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെ വാശി പിടിക്കുന്നത്? നിനക്ക് എന്നെ പോലെ ആകണമെന്ന്, എൻ്റെ അത്രയും ആകണമെന്ന്. അത് പിന്നെ ഞാൻ അത്രയെങ്കിലും സ്ട്രോങ്ങർ ആകാതെ ഞാൻ എങ്ങനെയാണ് കോൺഫിഡൻസോടെ നിന്നോട് ഐ ലവ് യു എന്ന് ഇനി പറയാൻ സാധിക്കുന്നത്? അങ്ങനെ പിന്നെ കാണിക്കുന്നത് ആ ഒരു മീറ്റിംഗ് റൂമാണ്. നിനക്ക് എത്ര ട്രൂപ്സ് വേണം ജനറൽ? 3 അല്ല 2 ഡിവിഷൻ മതിയാവുന്നതായിരിക്കും. ജനറൽ ആർത്തർ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വെസ്റ്റേൺ ഫോഴ്സിലേക്ക് പോകാൻ നേരത്ത് ഇത്രയും ആൾക്കാരെ കൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ? 12,000 ട്രൂപ്സാണ് നോർത്തിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള സൈഡ് വീക്ക് ആകത്തില്ലേ? ആ കാര്യത്തിൽ ഞാനും എൽഡർ റൈഡേഴ്സിനോടാണ് നിൽക്കുന്നത്. ആ സമയത്ത് തന്നെ കോസ്റ്റൽ ബാറ്റീസും നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. അതിപ്പോൾ 2-3 ദിവസമായിട്ട് പോകുന്നതാണല്ലോ. സോ അവിടെ നമ്മൾ ആൾക്കാരെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തില്ലേ? നമ്മളിപ്പോൾ ടെലിമോറിൽ നിന്നും എസിൽ നിന്നും സിവിലിയൻസിനൊക്കെ ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോസ്റ്റൽ ഫോഴ്സിനൊക്കെ ഇപ്പോൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാറ്റിൽ എല്ലാ സിറ്റീസിലേക്ക് പുഷ് ചെയ്യുന്നതായിരിക്കും. അത് കുറച്ച് പാടല്ലേ? അല്ല കമാൻഡർ, നമ്മൾ കുറച്ചധികം ട്രൂപ്സിനെ നമ്മുടെ ആസ്പെൻ സിറ്റിയിലേക്ക് എത്തിച്ച പോരെ? അവിടെ അപ്പോൾ ബോർഡിലാകുമ്പോൾ 2 ഡിവിഷനായിട്ട് അവർക്ക് നിൽക്കാൻ സാധിക്കുമല്ലോ. എന്നാൽ കുറച്ചു നേരം മിണ്ടായിരുന്നിട്ട് നമ്മുടെ വിരിയൻ പറയുകയും ചെയ്യും, ജനറൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ജനറൽ ആർത്തർ ക്ലെയിം ചെയ്യുന്നത് അവൻ ചിന്തിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെ 2 സിറ്റീസിനെ സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല. ബെറിയന്റെ ടോണ് കുറച്ച് ഇതാണെങ്കിലും ഞാനും അവൻ പറയുന്നതിൽ നിൽക്കുന്നു. അവന് ഒരു പോയിന്റ് ഉണ്ട്. ഇത്രയധികം ട്രൂപ്സിനെ നമ്മൾ അത്രയും മൈൽസ് താണ്ടിക്കുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. നല്ല സമയം എടുക്കുകയും ചെയ്യും. അതേപോലെ ടെലിപ്പോർട്ടേഷൻ ഗെയിൻ്റെയും ആവശ്യമുണ്ട്. അത് ടു മച്ച് റിസ്ക് ആണ്. ആ സമയത്ത് തന്നെ ആർത്തനൊക്കെ പറയുകയും ചെയ്യും, ജനറൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാനും ആ കാര്യത്തിലാണ് എഗ്രി ചെയ്യുന്നത്. ഇതൊരു വൈസ് ഡിസിഷനായിട്ട് എനിക്കും തോന്നുന്നില്ല. പക്ഷേ പെട്ടെന്നാണ് ജനറൽ വേറി പറയുന്നത്, പക്ഷേ
ആർത്തൻ്റെ ക്ലെയിം ശരിയാണെന്നുണ്ടെങ്കിലോ എങ്കിൽ നമ്മൾ 2 ഡിവിഷനെ നോർത്തിലേക്ക് അയക്കാൻ പോകുന്നതായിരിക്കത്തില്ലേ ഏറ്റവും നല്ല തീരുമാനം. ആൻഡ് ജനറൽ വേറി ആർത്തൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്.